സിദ്ദിഖിനെതിരായ പരാതിയിൽ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ പോലീസ് പരിശോധന നടത്തുന്നു. പരിശോധനയിൽ പ്രാഥമിക തെളിവുകൾ കണ്ടെത്തി. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഇരുവരും ഒരേ ദിവസം കഴിഞ്ഞതിന് സന്ദർശക രജിസ്റ്റർ രേഖ കണ്ടെത്തി. ടിൻഡു ദാസ് ചേരുന്നു വിവരങ്ങളുമായി. ടിൻഡു, എന്താണ് ഈ സന്ദർശക രജിസ്റ്റർ പരിശോധിച്ചതിൽ നിന്നും മസ്കറ്റ് ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ നിന്നും പോലീസിന് വ്യക്തമായത്, അന്വേഷണ സംഘത്തിന് വ്യക്തമായത്? വീണ, ഈ സിദ്ദീഖിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണ പരാതിയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ പരിശോധനയിലാണ് മസ്കറ്റ് ഹോട്ടലിൽ നിന്നും ഇത്തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടുള്ളത്. സിദ്ദീഖും അതോടൊപ്പം തന്നെ ഈ ആരോപിക്കപ്പെട്ട ഈ സിദ്ദീഖിനെതിരെ ലൈംഗിക ആരോപണം നടത്തിയ നടിയും ഒരേ ദിവസം ഈ ഹോട്ടലിൽ എത്തിയതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആ ദിവസം ഇരുവരും മസ്കറ്റ് ഹോട്ടലിലെത്തി പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മസ്കറ്റ് ഹോട്ടലിലെ 1ാമത്തെ നിലയിലുള്ള മുറിയിലാണ് ഇരുവരും കഴിഞ്ഞതുമെന്നുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിള തിയേറ്ററിലെ അന്ന് ഉച്ചയ്ക്ക് നിള തിയേറ്ററിലെ സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് നടിയോട് സിദ്ദീഖ് മസ്കറ്റ് ഹോട്ടലിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. ആ ആവശ്യപ്രകാരം നടി മസ്കറ്റ് ഹോട്ടലിലേക്ക് എത്തുന്നു. നടിയാണ് ആദ്യം എത്തുന്നത്. എത്തിയതിനു ശേഷം രജിസ്റ്ററിൽ ഒപ്പിടുന്നു. തുടർന്ന് സിദ്ദീഖും ഇതേ രജിസ്റ്ററിൽ തന്നെ സമയവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് കുറച്ച് സമയവ്യത്യാസത്തിൽ ഒപ്പിടുന്നു. അതിനുശേഷം ഈ മസ്കറ്റ് ഹോട്ടലിലേക്ക് വന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വെച്ച് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് നടിയെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത് എന്നായിരുന്നു നടി ആദ്യം പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് ഉച്ച കഴിഞ്ഞ് നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 പേരാണ് ഇത്തരത്തിൽ ഇന്ന് SIT ടീമിൻ്റെ അംഗങ്ങൾ മസ്കറ്റ് ഹോട്ടലിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് രജിസ്റ്ററുകൾ പരിശോധിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കണ്ടോൺമെൻറ്റ് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഇപ്പോൾ മസ്കറ്റ് ഹോട്ടലിലേക്ക് എത്തുന്നുണ്ട്. നേരത്തെ 3 പേരാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിന്നുമായിട്ട് ഇവിടെ ഈ തെളിവുകൾ പരിശോധിക്കാൻ എത്തിയത്. അതിനുശേഷം രജിസ്റ്ററുകൾ പരിശോധിക്കുന്നു. രജിസ്റ്ററുകൾ പരിശോധിച്ച ശേഷം നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ഈ മസ്കറ്റ് ഹോട്ടൽ വെച്ചാണ് നടിയെ സിദ്ദീഖ് പീഡിപ്പിച്ചത് എന്നാണ് ആദ്യം നടി ആരോപിച്ചത്. അതിനുശേഷം പരാതി നൽകുന്നു. പരാതിയിൽ പ്രാഥമികമായിട്ട് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടുള്ളത്. 2 പേരും ഒരേ ദിവസം തന്നെ ഈ മസ്കറ്റ് ഹോട്ടലിൽ വന്നിട്ടുണ്ട്. ഒരേ സമയം തന്നെ രജിസ്റ്ററിൽ പേരുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരേ മുറിയിലാണ് താമസിച്ചത് എന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2019 നടി ആരോപിച്ച കുറ്റം നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2019 നടി ഇതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് കുറിച്ചിരുന്നു. സിദ്ദീഖുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കുറിച്ചത്. അതിനുശേഷം അന്നത് വാർത്തയായി എങ്കിലും ഗുരുതരമായിട്ടുള്ള ഒരു ലൈംഗിക ആരോപണമായിട്ട് മുന്നോട്ട് വന്നിരുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നടി സിദ്ദീഖിനെതിരെ ഗുരുതരമായി തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത്. അതിനുശേഷമാണ് നടി പരാതി നൽകുന്നത്. നടി പരാതി നൽകിയതിനു ശേഷം സിദ്ദീഖ് പരാതി നൽകുന്നു. നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്ന് മാത്രമാണ് ഇനിയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുമ്പാകെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറും, രഹസ്യമൊഴി നൽകുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള, അല്ലെങ്കിൽ സിദ്ദീഖ് തെറ്റെന്ന് പറയുന്ന, അല്ലെങ്കിൽ സിദ്ദീഖ് ഇതിന് പിന്നിൽ ഗൂഢാലോചനകൾ ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് പരാതി കൊടുത്തിട്ടുള്ള കേസിലാണ് ഇത്തരത്തിൽ നിർണായകമായിട്ടുള്ളൊരു തെളിവുകൾ ലഭിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ഇത്തരത്തിൽ സിദ്ദീഖും അതുപോലെ തന്നെ ഈ കുറ്റം അല്ലെങ്കിൽ സിദ്ദീഖിനെതിരെ ലൈംഗിക ആരോപണം ഉയർത്തിയ നടിയും ഒരു ഹോട്ടലിൽ ഒരുമിച്ച് ഒരേ ദിവസം ഉണ്ടായിരുന്നു, ഒരേ സമയത്തുണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ട് സിനിമയുടെ പ്രിവ്യൂ ഷോ നടക്കുന്ന സമയത്തും ഇരുവരും ഉണ്ടായിരുന്നു. ആ പ്രിവ്യൂ ഷോ കഴിഞ്ഞ സമയത്താണ് സിദ്ദീഖ് നടിയോട് ഇങ്ങോട്ടേക്ക് എത്താൻ പറഞ്ഞത്. തുടങ്ങിയ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് രേഖകൾ കൂടി ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. കണ്ടോൺമെൻറ്റ് പോലീസിൻ്റെ നേതൃത്വത്തിലാണ് നിലവിൽ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ 3 അംഗങ്ങൾ നേരത്തെ ഇവിടെ വന്നിരുന്നു. 2 പേര് പുറത്തുപോയി, ഇനി ഒരാളുണ്ട്. അതിനുശേഷം 2 പേരും കൂടി ഇങ്ങോട്ടേക്ക് മറ്റ് വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ശേഖരിക്കേണ്ടത്. അപ്പോൾ സിദ്ദീഖ് വ്യക്തമാക്കിയത് ഇവിടെ ട്രാപ്പിൽ പെടുകയായിരുന്നു, എല്ലാവരും അറിഞ്ഞുകൊണ്ട് കൂട്ടുനിൽക്കുകയായിരുന്നു എന്ന തോന്നലുണ്ടായി, ആരും രക്ഷിക്കാൻ ശ്രമിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ അന്ന് ആ ദിവസം ഹോട്ടലിൽ സംഭവിച്ചത് എന്ത് എന്നുള്ളതറിയാൻ അവിടെയുള്ളവരെയും ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമോ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മൊഴിയെടുപ്പുകൾ ഉണ്ടാകുമോ?
തീർച്ചയായിട്ടും വീണ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ മൊഴിയെടുപ്പുകൾ ഉണ്ടാകും. ആദ്യം വിവരങ്ങൾ ശേഖരിക്കേണ്ടിയിരുന്നത് ഇത്തരത്തിൽ നടി ഇവിടെ ഈ പറയുന്ന സമയത്ത് മസ്കറ്റ് ഹോട്ടലിൽ വന്നിട്ടുണ്ടോ എന്ന സമയം SIT ടീമിന് സ്ഥിരീകരിക്കണമെന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ രജിസ്റ്ററുമായിട്ടുള്ള പരിശോധനകൾ അല്ലെങ്കിൽ രജിസ്റ്റർ ഒത്തുനോക്കുന്നതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് സിദ്ദീഖും അതോടൊപ്പം തന്നെ ഈ നടിയും ഒരേ സമയത്ത് ഇവിടെ വന്നതായിട്ട് കണ്ടെത്തിയത്. അതിനുശേഷമാണ് ഇവർ ഈ മസ്കറ്റ് ഹോട്ടലിലെ മുകളിലത്തെ മുറിയിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ നിലയിലെ മുറിയിൽ ഉണ്ടായിരുന്നു എന്നതും കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്നത്തെ ദിവസം ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ, അന്നത്തെ ദിവസം കൂടെ ഉണ്ടായിരുന്നവർ, സിദ്ദീഖിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ, അതോടൊപ്പം തന്നെ ഈ ആരോപിക്കപ്പെട്ട നടിയുടെ കൂടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ മൊഴിയൊക്കെ വളരെ ശക്തമായി തന്നെ അല്ലെങ്കിൽ വളരെ കാര്യമായി തന്നെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ ഹോട്ടലിൽ വെച്ച് നടിയെ ക്രൂരമായി പീഡിപ്പിച്ചു, അല്ലെങ്കിൽ മസ്കറ്റ് ഹോട്ടലിലെ ഒന്നാം നിലയിലെ മുറിയിൽ വെച്ച് നടിയെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് നടി മൊഴി നൽകിയിട്ടുള്ളത്. സിനിമാ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് സിദ്ദീഖ് നടിയെ റൂമിലേക്ക് ക്ഷണിച്ചു വരുത്തിയത്. ഇക്കാര്യം താൻ മാതാപിതാക്കളോട് അന്നേ ദിവസം തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ മാതാപിതാക്കളോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മാതാപിതാക്കളുടെ മൊഴിയും ഈ കേസിൽ പ്രധാനമായ അല്ലെങ്കിൽ നിർണായകമായൊരു തെളിവ് അല്ലെങ്കിൽ മൊഴിയായി തന്നെ മാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടിയോടൊപ്പം തന്നെ മാതാപിതാക്കളും ഈ വിഷയത്തിൽ മൊഴി രേഖപ്പെടുത്തും. തന്നെ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് ഒരു നടി ആവർത്തിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നടി ഉറച്ചു നിൽക്കാൻ തന്നെ, അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയുള്ള വെളിപ്പെടുത്തലുകളിൽ നടി ഉറച്ചു തന്നെ നിൽക്കാൻ തന്നെയാണ് തീരുമാനം. അതുമായി ബന്ധപ്പെട്ട ഇന്ന് മൊഴി നൽകും. എന്തായാലും സിദ്ദീഖ് നൽകിയ പരാതിയുടെ അല്ലെങ്കിൽ സിദ്ദീഖ് നൽകിയ പരാതി നടി എന്ന് ഈ പരാതി നൽകിയ നടി മറ്റൊരു ലോബിയുടെ ഭാഗമാണ്, ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് തനിക്കെതിരെ പരാതി നൽകിയതാണ് സിദ്ദീഖ് പറയുന്നത്. അപ്പോൾ സിദ്ദീഖ് നൽകിയ പരാതിക്ക് എത്രത്തോളം കഴമ്പുണ്ട് എന്ന് ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടത് കൂടിയുണ്ട്. എന്തായാലും ഗുരുതരമായിട്ടുള്ളൊരു കണ്ടെത്തൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് സിദ്ദീഖിനെതിരെ ആരോപണം ഉന്നയിച്ച നടിയും ഒരുമിച്ച് ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നുള്ള നിർണായകമായിട്ടുള്ള തെളിവുകളാണ് ലഭിച്ചത്. ഇനി വരേണ്ടത് ഉച്ചയ്ക്ക് ശേഷം നടി നൽകുന്ന മൊഴിയാണ്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസ് ഇനി മുന്നോട്ട് പോകുക. വീണ, ഓക്കെ, ശരി ടിൻഡു.